വെൽക്കം ടു ലുമാസ് വേൾഡ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക, നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻസും കൂടെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്കൊരു 1.5 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് അരിപ്പൊടിയാണോ ഉപയോഗിക്കുന്നത് ആ അരിപ്പൊടി എടുക്കാം. ഇതിലേക്ക് ഏതായാലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം ഇത്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വലിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകും കുരുമുളകൊക്കെ കുറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടെ ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഇരിക്കണ്ട, ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കണം. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ അതുപോലെ തന്നെയാണ് ഇതിനും വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്ക് ഓരോ ദോശകളും ചുട്ടെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇനി ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഇപ്പം ഞാനിതിവിടെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം. മറ്റൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബായ്.